ഞാൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വളരെയേറെ കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിൽ പ്രത്യേകിച്ചും ഉള്ളത് എന്ന യാഥാർത്ഥ്യം പറയുവാനാണ്. നിരവധി കോണുകളിൽ നിന്നാണ് സനാതനധർമ്മത്തെ അപഹസിക്കുന്നത്. ഈയിടെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ തന്നെ സനാതനധർമ്മത്തെ പകർച്ചവ്യാധി, വൈറസ് എന്ന രീതിയിൽ വിലയിരുത്തുന്ന സമീപനമുണ്ടായത്. ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജാതിയെക്കുറിച്ച് പോലും പറയുവാൻ ധൈര്യമില്ലാത്തവരാണ് സനാതനധർമ്മത്തിനെതിരെ എന്തും പറയാമെന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നത്. ക്രിസ്തുമതത്തിനെതിരെയോ ഇസ്ലാം മതത്തിനെതിരെയോ ചിന്തിക്കാൻ പോലും ഒരു ധൈര്യപ്പെടില്ല. അതാണ് അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകർ തന്നെ അതിന് ധൈര്യപ്പെടുന്നു. കാരണം വോട്ടിലെങ്കിലും ഇലക്ഷൻ നമുക്കുള്ള അവകാശമായ വോട്ടിൽ പോലും നമ്മുടെ വികാരം പ്രതിഫലിപ്പിക്കാൻ കഴിയാത്ത ഒരു വർഗമായി നമ്മളെ തരം താഴ്ത്തി കാണുന്നത് കൊണ്ടാണ് ഇത്രയും ധൈര്യം രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉണ്ടാകുന്നത്. രാഷ്ട്രീയ പ്രവർത്തകർ നേരത്തെ കാട്ടിയിട്ടുണ്ട്, ഇപ്പോൾ മാധ്യമപ്രവർത്തകരും തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ലോട്ടറിയിൽ ആർത്തവരക്തം വീഴുന്ന രീതിയിലുള്ള ശിവലിംഗത്തെ കാണിച്ചുകൊണ്ടൊരു ലോട്ടറി ഇറക്കിയിരിക്കുന്നത്. ആർത്തവരക്തം ശിവലിംഗത്തിൻ്റെ തലയിലൂടെ ഒഴുകുന്ന രീതിയിലാണ് ലോട്ടറി ടിക്കറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ബാലരമ ഡൈജസ്റ്റിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് പ്രകീർത്തിച്ച് എഴുതിയ ഒരു ബാലരമ ഡൈജസ്റ്റാണ്. അത് നിസ്കരിക്കുന്ന ഒരാളുടെ ചിത്രം കൊടുത്തു. മുഹമ്മദ് നബി എന്ന് പോലും പറഞ്ഞില്ല. എന്നിട്ട് മുഹമ്മദ് നബിയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചേക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രകടനങ്ങളും വൈകാരിക പ്രതികരണങ്ങളും ഉണ്ടായി. അവർ ചെയ്തത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയുടെ ബാലരമയല്ല, മാതൃഭൂമിയുടെ തന്നെ ഒരു പ്രസിദ്ധീകരണമാണ്. മാതൃഭൂമിയാണോ മനോരമയാണോ എനിക്ക് നല്ല ഓർമ്മയില്ല. അവരത് എഡിഷൻ തന്നെ പൂർണ്ണമായിട്ട് മാറ്റിക്കളഞ്ഞു. അച്ചടിച്ച് വെച്ച 10,000 പ്രതികൾ തന്നെ വേണ്ടെന്ന് വെച്ചുകളഞ്ഞു. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവത്തെക്കുറിച്ച് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്, ഖുറാനിൽ പറഞ്ഞ രീതിയിൽ വലത് കൈയും ഇടത് കാലുമാണ് വെട്ടിയത്. ഇപ്പോൾ ബാലൻസ് ഉണ്ടാവില്ലല്ലോ. പ്രവാചകനെ നിന്ദിക്കുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് അത്. വലത് കൈയും വെട്ടുക, ഇടത് കാലും വെട്ടുക. അങ്ങനെ ഒരു അധ്യാപകൻ്റെ ഒരു തെറ്റും ചെയ്യാത്ത മുഹമ്മദ് എന്നുള്ള പേര് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അധ്യാപകനെ ജീവച്ഛവമാക്കി വെട്ടിനുറുക്കിയപ്പോൾ അത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അയാൾ മഠയനാണെന്നാണ്. മഠയനാണ് ആര്? ഈ അധ്യാപകൻ. കാരണം മുഹമ്മദ് നബി എന്ന് പറഞ്ഞിട്ടില്ല. മുഹമ്മദ് എന്ന പേരുള്ള എത്രയോ ആൾക്കാരുണ്ട്. മുഹമ്മദ് ബിൻ തുഗ്ലക് ഇല്ലേ, സുബുക്തകൻ മുഹമ്മദ് ഇല്ലേ, മുഹമ്മദ് ഗോറി, മുഹമ്മദ് ഗസ്നിയും ഇല്ലേ. മുഹമ്മദ് എന്ന പേരായ എത്ര ആൾക്കാരുണ്ട്. അവരെയൊന്നും വിമർശിക്കാൻ പറ്റില്ലല്ലോ നമുക്കിനി. മുഹമ്മദ് പടച്ചോൻ തുടങ്ങിയ വാക്കുകൾ അവിടെ വന്നതിൻ്റെ പേരിൽ, പടച്ചവൻ എന്ന് പറഞ്ഞതിന് മലയാളത്തിലെ വാക്കാണ് പടച്ചവൻ, സൃഷ്ടിച്ചവൻ. അത് ഞങ്ങളെക്കുറിച്ച് മാത്രമാണെന്ന് ധരിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കൈയും കാലും വെട്ടിയത്. അവിടെയൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യമോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ വിചിത്ര സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന് ശക്തമായ മറുപടി കൊടുക്കുവാൻ സന്യാസിമാരടക്കമുള്ള ആധ്യാത്മിക ആചാര്യന്മാർ രംഗത്ത് വരാത്തത് ഒരു കാര്യം. രണ്ടാമത്, ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ശക്തമായ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നയിക്കുവാൻ ഹിന്ദുത്വ സംഘടനകൾ തയ്യാറാവണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, ഇങ്ങനെയുള്ളവർക്ക് വോട്ടില്ല എന്ന് പറയുവാനും കാണിച്ചു കൊടുക്കാനും ഇവിടുത്തെ ജനത
ഇപ്പോഴും ഭൂരിപക്ഷം ഉണ്ടല്ലോ, തയ്യാറാകാത്തതാണ് മൂന്നാമത്തെ കാരണം. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കുവാൻ തയ്യാറാവണം. ഏഷ്യാനെറ്റിൻ്റെ ഒരു ചാനലിലിരുന്നാണ് അവിടുത്തെ അവതാരകൻ ഇങ്ങനെ പറഞ്ഞത്. ഏഷ്യാനെറ്റിൻ്റെ അധിപൻ BJPയുടെ തന്നെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തെ കണ്ടും ഇയാൾക്കെതിരെ നടപടിയെടുക്കുവാനുള്ള ശക്തമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാവണം. അതായത് ചാനൽ ബഹിഷ്കരിക്കുന്നതിനെ ഭീഷണിപ്പെടുത്തണം, അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആർക്കും കൊട്ടാവുന്ന ചെണ്ട പോലെ നമ്മൾ മാറുന്നത്. സനാതനധർമ്മത്തെ പറയാൻ ആൾക്കാർക്ക് ഇനി ധൈര്യം ഉണ്ടാവില്ല. കാരണം സനാതനം എന്ന് പറഞ്ഞാൽ എന്തോ മോശമാണ്, വൈറസാണ്, പകർച്ചവ്യാധിയാണെന്നുള്ള രീതിയിലുള്ള ഒരു നറേറ്റീവ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷെ ഇസ്ലാം വളരെ പരിശുദ്ധ ചേർത്തേ പറയൂ, ഖുർആൻ പരിശുദ്ധ ചേർത്തേ പറയൂ, ബൈബിൾ വിശുദ്ധ ചേർത്തേ പറയൂ. പക്ഷേ രാമായണം കൂരായണം എന്നാണ് ഒരു നാടകത്തിൽ, ഒരു ക്ഷേത്രത്തിൽ ഒരു വിദ്യാലയത്തിൽ അവതരിപ്പിച്ച നാടകത്തിൽ പറഞ്ഞത് രാമായണത്തെ കൂരായണമെന്നാണ്. ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും രാമായണത്തെയും മഹാഭാരതത്തെയും ലക്ഷ്മണനെയൊക്കെ അവഹേളിച്ചുകൊണ്ടുള്ള നാടകം തന്നെ വിദ്യാലയങ്ങളിൽ ഉണ്ടായപ്പോൾ ഒരു ഇതുണ്ടായില്ല. പക്ഷേ അടുത്ത വലിയ ശക്തമായ പ്രതിഷേധം വന്നപ്പോൾ അത് സംസ്ഥാന കലോത്സവത്തിൽ കളിക്കേണ്ട തീരുമാനിച്ചു. അത്രയെങ്കിലും ഉണ്ടായി, ഇലക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കും. ഏതായാലും ഇതിൻ്റെ സംഘാടകർ നിശ്ചയിച്ചിരിക്കുന്നത്, ആ നാടകത്തിൻ്റെ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലുടനീളം നടത്താനാണ്. ഒരു സംശയവുമില്ല, കേരളത്തിലെ പല ക്ഷേത്ര കമ്മിറ്റിക്കാരും വേണമെങ്കിൽ നടത്തും. ക്ഷേത്ര കമ്മിറ്റിക്കാരിൽ കുടിയേറിയിരിക്കുന്ന പല ആൾക്കാരങ്ങനെ ചെയ്യും. അതുപോലെ തന്നെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് പിന്നോക്ക വിഭാഗത്തെ അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ദളിത് മുസ്ലിം എന്ന രീതിയിൽ ഇപ്പോൾ പറയൂ പല ആൾക്കാർ. ദളിത് മുസ്ലിം, ഈയിടയ്ക്ക് കർണാടകയിൽ സർക്കാരിൻ്റെ ഭൂമി കയ്യേറിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. റോഹിംഗ്യ മുസ്ലിങ്ങളും ബംഗ്ലാദേശി മുസ്ലിങ്ങളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു, നമുക്കറിയില്ല. യഥാർത്ഥ പൗരന്മാരും ഉണ്ടായേക്കാം. പക്ഷെ സർക്കാർ ഭൂമി കയ്യേറിയതാണ്. അവർക്ക് നോട്ടീസ് കൊടുത്തു, വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു. അങ്ങനെ പല നടപടികളുണ്ടായിട്ടും പിരിഞ്ഞു പോകാത്തതുകൊണ്ട് അവരത് ഒഴിപ്പിച്ചു. അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, പക്ഷെ മുസ്ലിങ്ങളുടെ കാര്യമാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ബുദ്ധമതക്കാരുണ്ടായിരുന്നു, ഒരു മതത്തിലും പെടാത്തവരുണ്ടായിരുന്നു, ഹിന്ദുക്കളുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് പേരെ രംഗത്തേക്ക് ഇറക്കുവാൻ വേണ്ടി ഒരു നറേറ്റീവ് ഉണ്ടാക്കിയത് ദളിത് മുസ്ലിങ്ങൾ എന്ന രീതിയിലാണ്. ദളിത് മുസ്ലിങ്ങളെ എല്ലായിടത്തും ദളിത് മുസ്ലിങ്ങളെ. അപ്പം ദളിത് വിഭാഗം ഹിന്ദുധർമ്മത്തിൽപ്പെട്ടവരല്ലേ? അങ്ങനെ ആയതുകൊണ്ടാണല്ലോ സംവരണം പോലും കൊടുക്കുന്നത്. ഹിന്ദു സമൂഹത്തിലെ ജാതി വ്യവസ്ഥയുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചവരെന്ന നിലയിലാണ് ഹിന്ദു സമൂഹത്തിൽപ്പെടുന്ന അവർക്ക്, മതം മാറിയവർക്ക് ആ സംവരണവും ഇല്ല. ഹിന്ദു സമൂഹത്തിൽ മാറിയാൽ ആ സംവരണവും ഇല്ല. അത് കൊടുക്കുന്നത് അതിൻ്റെ പേരിലാണ്. പക്ഷെ ഇപ്പോൾ ദളിത് വിഭാഗത്തെ അടർത്തി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇത് പണ്ട് ജിന്ന നടപ്പിലാക്കിയ, മുസ്ലിം ലീഗ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. ദളിത് വിഭാഗക്കാരെയും അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗക്കാരെ അടർത്തിയെടുത്തിട്ട് ഹിന്ദു സമൂഹത്തെയും രാഷ്ട്രത്തിനെതിരായി ഉപയോഗിക്കുക എന്നുള്ള തന്ത്രം ഫലപ്രദമായി അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിനെതിരെ അംബേദ്കർ തന്നെ പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചരിത്രപരമായ രേഖകളുണ്ട് നമുക്ക്. ഏറ്റവും വലിയ വിനാശമായിരിക്കും ഈ പിന്നോക്ക വിഭാഗക്കാർക്കെന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങളെ തൽക്കാലം ഈ രാജ്യത്തിനെതിരെ തിരിക്കാൻ, ദേശീയക്കെതിരെ അവർ നിങ്ങളെ ഉപയോഗിച്ച് കലാപങ്ങൾ സൃഷ്ടിക്കുന്നു. പക്ഷേ അവരുടെ രാജ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു അവകാശങ്ങളും ഉണ്ടായിരിക്കില്ല. ഏറ്റവും പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗമായിട്ട് നിങ്ങൾ മാറും. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക അവകാശമെങ്കിലും കിട്ടും. അവിടെ അതുപോലെ നിങ്ങളുടെ സ്വത്വം തന്നെ നഷ്ടപ്പെടും. അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പലവട്ടം. അന്ന് ബംഗ്ലാദേശിൽ, ഇന്നത്തെ ബംഗ്ലാദേശ് അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനാണല്ലോ,
അതിനുവേണ്ടി മുസ്ലിം ലീഗിനോടൊപ്പം പല പിന്നോക്ക വിഭാഗക്കാരൊക്കെ ഉണ്ടായിരുന്നു. SC/ST വിഭാഗത്തിൽപ്പെട്ട മണ്ഡൽ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. മണ്ഡൽ, ഈ മണ്ഡലിനൊക്കെ പരസ്യമായ അദ്ദേഹം മണ്ഡലിൻ്റെ പേര് പറഞ്ഞും പറയാതെയുമൊക്കെ പേഴ്സണലായി കത്തെഴുതി തന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ആത്മഹത്യയാണ്, ഏറ്റവും വലിയ പാതകമായിരിക്കും. പാകിസ്ഥാൻ രൂപീകരിക്കുക അന്ന് തന്നെ നിങ്ങളുടെയൊക്കെ കശാപ്പ് കത്ത് നിങ്ങളുടെ തലയിൽ, നിങ്ങളുടെ കഴുത്തിൽ വീഴുന്നത് അദ്ദേഹം പറഞ്ഞു. ഒന്നും ചെവിക്കൊണ്ടില്ല. മുസ്ലിങ്ങൾ ഏറ്റവും നല്ലവരാണ് എന്നൊക്കെ രീതിയിലുള്ള ഒരു നെറേറ്റീവായിരുന്നു അവരുടെ തലയിലുണ്ടായിരുന്നത്. എന്താണ് സംഭവിച്ചത്? ബംഗ്ലാദേശിൽ, പാകിസ്ഥാനിൽ എവിടെയെങ്കിലും പിന്നോക്ക വിഭാഗക്കാരുടെ അവർ ആ സ്വത്വം തന്നെ പോയി. അവർക്കുള്ള അവകാശങ്ങളില്ല. അവരെല്ലാം ഒന്ന് ഇസ്ലാമിലേക്ക് മാറേണ്ടി വന്നു. ഒരു അവകാശങ്ങൾ പിന്നോക്ക വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നടപടിയും ഉണ്ടായില്ല. സാമൂഹ്യപരമായോ വിദ്യാഭ്യാസപരമായോ സാമ്പത്തികമായിട്ടോ താഴ്ന്ന ആ വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഏതെങ്കിലും നടപടികൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതേ നെറേറ്റീവാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. PDP അബ്ദുൽ നാസർ മദനിയുടെ ലക്ഷ്യം തന്നെ അതായിരുന്നു. പിന്നോക്ക വിഭാഗത്തെ അടർത്തിയെടുത്ത് മുസ്ലിങ്ങളോട് ചേർന്നിട്ട് ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്, പോപ്പുലർ ഫ്രണ്ട് ശ്രമിക്കുന്നുണ്ട്. ആ നറേറ്റീവ്സിൽ രാഷ്ട്രീയ കക്ഷികളും വീണിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലത്തെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു MP ചെന്ന് AR റഹീം ചെന്ന് പറഞ്ഞപ്പോൾ ദളിത് മുസ്ലിം, ഹിന്ദുക്കളെന്നല്ല പറഞ്ഞത്, ദളിതും മുസ്ലിങ്ങളെ എന്നാണ് പറഞ്ഞത്. മുസ്ലിങ്ങളുടെയും ദളിതുകളുടെയും വീടുകളാണ് പോയത്, ഉത്തർപ്രദേശിലും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആ നെറേറ്റീവ് പാകിസ്ഥാൻ ഉണ്ടാക്കിയ പിന്നോക്ക വിഭാഗത്തെ പൂർണ്ണമായി സ്വത്വം തന്നെ നശിപ്പിച്ച അതേ നെറേറ്റീവ് വീണ്ടും തലപൊക്കുന്നു ചരിത്രം പഠിക്കാത്തവർ. ഇപ്പോൾ ഈ AR റഹീമിൻ്റെ ഇത് തന്നെയല്ല, ദേശാഭിമാനിയുടെ തലക്കെട്ട് തന്നെയായിരുന്നു. ദളിത് മുസ്ലിം, ഹിന്ദുക്കളിൽപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അവർക്ക് മുസ്ലിങ്ങളെ മാത്രമേ രംഗത്തിറക്കാൻ പറ്റില്ല. ഹിന്ദുക്കൾ അവർക്ക് മോശമാണല്ലോ. ഹിന്ദുക്കളിൽപ്പെട്ടവരെ വീട് പോയിട്ടുണ്ട്, അത് പറഞ്ഞാൽ ശരിയാവില്ല. മതക്കാർഡ് ഇറക്കാൻ പറ്റില്ല. ഇങ്ങനെ നിരവധി അജണ്ടകൾ സമർത്ഥമായി കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള കരുത്തും നമ്മുടെ സമൂഹം ആർജിച്ചില്ലെങ്കിൽ നിലനിൽപ്പുണ്ടാവില്ല. അപ്പോൾ ഇവരുടെ എല്ലാ നെറേറ്റീവ്സിനെയും നമുക്ക് തുറന്നു കാട്ടുവാൻ കഴിയണം, പ്രതിരോധിക്കുവാൻ കഴിയണം. അതിനുള്ള മൂവ്മെൻ്റ് കൂടി നമ്മൾ നടത്തണം. എന്തുകൊണ്ടാണ് ഇവർ സനാതനധർമ്മത്തെ പകർച്ചവ്യാധി അല്ലെങ്കിൽ വൈറസ് എന്നൊക്കെ പറയുന്നത്? ശ്രദ്ധിക്കേണ്ടത്, സനാതനധർമ്മ വിരുദ്ധമായിട്ടുള്ള മാമൂൽവാദ ആശയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സനാതനധർമ്മത്തെ അവർ മോശമാക്കുന്നത്. ശ്രദ്ധിക്കുക, ഈശ്വരൻ തന്നെ സ്ഥാപിച്ച, ഈശ്വരൻ്റെ തന്നെ പേരോടുകൂടിയ സനാതനധർമ്മത്തെ തകർക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നത് സനാതനധർമ്മ വിരുദ്ധമായ ആശയങ്ങളാണ്. അർഷവിദ്യാസമാജത്തിൻ്റെ സുദർശനം കോഴ്സിൽ ഒന്നാമത്തേൽപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങൾ, ഒന്നാമത്തെ ഭീഷണി പറഞ്ഞിട്ടില്ലേ, ആഭ്യന്തര ഭീഷണികൾ, മാമൂൽവാദം, ദാർശനികാജീർണം, ആശയമലിനീകരണം, അജ്ഞത, പ്രമാദം, അന്ധവിശ്വാസം, അനാചാരം, ദുരാചാരം, അത്യാചാരം, മാമൂൽവാദം എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്ന പല ആഭ്യന്തര ദൗർബല്യങ്ങളുണ്ടല്ലോ, നമ്മൾ തന്നെ പരിഹരിക്കേണ്ട പല കാര്യങ്ങൾ. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സനാതനധർമ്മത്തെ ഇവർ വിമർശിക്കുന്നത്. എന്നാൽ സനാതനധർമ്മത്തിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ ഇവർ നോക്കുന്നില്ല. സനാതനധർമ്മത്തിൻ്റെ കോർ ഫിലോസഫി അവർ പറയുന്നില്ല. ഗുരുപരമ്പരകൾ പഠിപ്പിച്ച യഥാർത്ഥ സനാതനധർമ്മ ആശയങ്ങൾ, നവോത്ഥാനാചാര്യന്മാർ, അവരൊക്കെ അവർ കാണുന്നില്ല ആ സമയത്ത്. അതാണ് രസകരമായ കാര്യം. എന്നാൽ ഇതേ സമീപനം ക്രിസ്തുമതത്തിൻ്റെയോ ഇസ്ലാം മതത്തിൻ്റെയോ കാര്യത്തിൽ കാട്ടുമോ?
ഒരിക്കലും ഉണ്ടാവില്ല. ബൈബിളിലെ പഴയ നിയമം നിങ്ങൾ പരിശോധിച്ചാൽ ഏതാണ്ട് 3000-ലേറെ, ഞാൻ കണക്കൂട്ടി വച്ചിട്ടുണ്ട്, 3000-ലേറെ അസഹിഷ്ണുതാവചനങ്ങളുണ്ട്. കടുത്ത അസഹിഷ്ണുതാവചനങ്ങൾ. ദൈവം തന്നെ പറയുകയാണ്, ഞാൻ അസഹിഷ്ണുവാണ്, ജലസ് ഗോഡ്, അസൂയാലുവാണ്, ഇൻടോളറൻ്റ് എന്ന് പറയുന്നുണ്ട് യഹോവ. തൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കാത്തവരോട് 3-4 തലമുറകളോട് പകപോക്കുന്നവനാണ് താനെന്നോട് പറയുന്നുണ്ട്. ഇത് ദൈവത്തിന് ചേർന്നതാണോ എന്ന ചോദ്യം മാറ്റിവെക്കുക. ഈ ദൈവത്തിൻ്റെ മാതൃക അനുയായികൾ സ്വീകരിച്ചാൽ എന്തായിരിക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. ഒരിതര മതങ്ങളോട്, ഇതര വംശങ്ങളോടുള്ള വംശഹത്യയ്ക്ക് ആഹ്വാനം, പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും പാറയിലിടിച്ചു കൊല്ലാൻ പറയുന്ന വചനങ്ങൾ, ശാപപ്രാർത്ഥനകൾ എത്രയോ ഉണ്ട്. ഖുറാനിലും ഹദീസിലും എത്രയോ ചൂണ്ടിക്കാട്ടാൻ കഴിയും. മാനവവിരുദ്ധമായ, വ്യക്തിക്കും സമാജത്തിനും എതിരായ, സ്ത്രീകളെ തരം താഴ്ത്തുന്ന, ഇതര വംശങ്ങളെ ജീവിക്കാൻ പോലും അനുവദിക്കാത്ത, ഖുറേഷികളോട് പക്ഷപാതിത്വം പുലർത്തുന്ന, അറേബ്യയോടും ഇസ്രയേലിനോടും ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ചിന്താഗതികൾ ഖുറാനിലും ബൈബിളിലും നിരവധി കാണാം. ആരെങ്കിലും വംശീയത എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതിനെങ്ങനെയെങ്കിലും മഹത്വവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ജിഹാദിനെ പോലും മഹത്വവൽക്കരിച്ചൊരു ഐ എ എസുകാരി വരികയുണ്ടായി. ജിഹാദ്, വ്യക്തമായിട്ട് ജിഹാദ് എന്താണെന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അവർക്കത് കേൾക്കണ്ട. ആ സമയത്ത് അവർ നോക്കില്ല, ഖുർആൻ നോക്കില്ല, ഹദീസുകൾ നോക്കില്ല, അതിൻ്റെ വ്യാഖ്യാനം നോക്കില്ല. അവരുടെ മനസ്സിലുള്ള ഇസ്ലാമാണ് പറയുന്നത്. ഒരാളെ നല്ലതാക്കാനാണെങ്കിൽ നല്ലതാണ്, പക്ഷെ അവരെ പോലും അംഗീകരിക്കണ്ടേ? ഇതാണ് ഇസ്ലാം. ഈ ദിവ്യ എസ് അയ്യർ പറഞ്ഞതാണ് ഇസ്ലാം എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയട്ടെ. വ്യക്തമായി പറയുന്നുണ്ട്, ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, ദാറുൽ ഹർബിനെ ദാറുൽ ഇസ്ലാമാക്കാൻ, അല്ലെങ്കിൽ വേറൊരു ഭാഷ അവർ പറയും, അള്ളാഹുവിൻ്റെ ദീനിൽ കൊണ്ടുവരുവൻ, അള്ളാഹുവിൻ്റെ ദീനിൽ, അള്ളാഹുവിൻ്റെ നിയമത്തിന് കീഴിൽ കൊണ്ടുവരുവൻ. അപ്പോൾ എല്ലാവരും അംഗീകരിക്കുമല്ലോ. എല്ലാ ശ്രമങ്ങളും ജിഹാദാണ്. എല്ലാ ശ്രമങ്ങളും. യുദ്ധം അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ അത് നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് അവർ അടങ്ങിയിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ ഒഴികെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾക്കൊന്നും അണുബോംബില്ല. എന്ന് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളൊക്കെ കുറച്ചുകൂടി പുരോഗമനം ആണവർ കാക്ഷിക്കുന്നത്. പുരോഗമനം, വികസനം പോലുള്ള കാര്യങ്ങളാണ്. പാശ്ചാത്യ രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ട് അവർക്ക്. ഭാരതത്തിലുള്ള പല തൊഴിൽ ശക്തിയെയും ഒക്കെ ആവശ്യമുണ്ട് അവർക്ക്. അതുകൊണ്ട് ഇപ്പോൾ അവരങ്ങനെ രംഗത്ത് വരുന്നില്ല. ഇപ്പോൾ ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് പോലുള്ളവരാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെക്കാളേറെ ജിഹാദിന് ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഇവിടെയുള്ള ജിഹാദികൾ, ഗസ്വായി ഹിന്ദ്, ഇതിനൊക്കെ വെള്ളപൂശാൻ ആൾക്കാർ വരുന്നുണ്ട്. ഈ വെള്ളപൂശലൊന്നും നമുക്ക് വേണ്ട, പക്ഷെ ഉള്ള കാര്യങ്ങളെങ്കിലും കാണുവാൻ തയ്യാറാവണ്ടേ? ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാവട്ടെ, കഴിഞ്ഞ മാസങ്ങളിലാണ് CPM-ന്റെ ജനറൽ സെക്രട്ടറി, CPM-ന്റെ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയനും ഒക്കെ സനാതനധർമ്മത്തിനെതിരെ സംസാരിച്ചത്. MA ബേബി എപ്പോഴും ഒരു കുത്തും കോമയും വെച്ചേ സംസാരിക്കൂ. ഇവരുടെയൊക്കെ നടപടികളും പത്ര റിപ്പോർട്ടും പ്രഭാഷണങ്ങൾ കേട്ടാൽ ഹിന്ദു വിരുദ്ധത കാണുവാൻ കഴിയും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഒരു മീഡിയയും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ്, എല്ലാ മീഡിയകളും കാഴ്ചക്കാരെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. ആ രീതിയിൽ പോലും പ്രതികരിക്കാൻ നമ്മുടെ സമൂഹത്തിന് പറ്റുന്നില്ലെങ്കിൽ വളരെ നിർഭാഗ്യകരമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടുത്തെ മാനേജ്മെൻറ്റ് എങ്കിലും മനസ്സിലാവുന്ന ഭാഷയിൽ, രാജീവ് ചന്ദ്രശേഖരനല്ലേ, അദ്ദേഹത്തിന് മനസ്സിലാവുന്ന ഭാഷ അദ്ദേഹത്തോട് സംസാരിക്കണം. ഇങ്ങനെയുള്ള ഒരാളെ വച്ചു പുലർത്തരുതെന്ന് പറയണം. ഒരു മാതൃകാപരമായ നടപടി ഉണ്ടാക്കണം. അതിനൊക്കെ കഴിവുള്ള നേതൃത്വം എവിടെയുണ്ട്? അത് ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഇവരുടെ അജണ്ട, ബൗദ്ധികമായിട്ടുള്ള ഇവരുടെ നറേറ്റീവ് നമുക്ക് പൊളിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കുക.